അഡ്വക്കേറ്റ് വി ബൽറാം സ്മാരക പുരസ്കാരം അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLAക്ക് കെ മുരളീധരൻ കൈമാറി. പെയ്ഡ് ചാനലുകൾ പടച്ചുവിടുന്ന വാർത്തകൾക്കൊപ്പം നേതാക്കൾ തുള്ളേണ്ടെന്ന് മുരളീധരൻ പറഞ്ഞു. നമ്മുടെ നേതാക്കന്മാർ ചിലപ്പോൾ അനാവശ്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ പേരിപ്പോൾ ഏതാണ്ട് കല്യാശ്ശേരിയിലും പയ്യന്നൂരും മാത്രം ഭാഗ്യത്തിന് എൻ്റെ പേര് പറയുന്നില്ല, ബാക്കി എല്ലായിടത്തും പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് എന്നോട് വന്ന് ചോദിക്കും, എന്താണ് അവിടെ മത്സരിക്കുന്നുണ്ടോ? ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങളാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പെയ്ഡ് ചാനലുകൾ, എനിക്ക് തോന്നുന്നത് പെയ്ഡ് ചാനലുകളുടെ ഒരു നിലവാരം നോക്കിയാൽ കൈരളിയിലെ പെയ്ഡ് ചാനലല്ല, കാരണം അത് പാർട്ടി ചാനല, അത് അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിഷ്പക്ഷരെന്ന് തോന്നിപ്പിക്കുന്ന ചില ചാനലുകൾ, അതിനെയാണ് ഞാൻ പെയ്ഡ് ചാനലുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ചില കളികളുണ്ട്. അങ്ങനെയുള്ള ചാനലുകൾ പടച്ചുവിടുന്ന വാർത്തകൾക്കനുസരിച്ച് നമ്മുടെ നേതാക്കന്മാർ അതനുസരിച്ച് പ്രതികരിച്ച് തല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ചില നിയോജകമണ്ഡലങ്ങൾ വെച്ചു മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥികൾ വന്നു. അതിൻ്റെ പേരിൽ പലയിടത്തും മുന്നണിക്കകത്ത് തർക്കം വന്നു. അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നേ പറ്റൂ. ഇതൊക്കെ എന്തിനാണ്? ആരാ പറഞ്ഞത്? വിട്ടുകൊടുത്തിട്ടുമില്ല, തന്നിട്ടുമില്ല. പക്ഷേ ഇങ്ങനെ ചാനലുകൾ പറയുമ്പോൾ അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നമ്മളെ ദുർബലപ്പെടുത്തുക എന്നുള്ളതിനെയാണ്. ട്രസ്റ്റ് ചെയർമാൻ CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. മാത്യു കുഴൽനാടൻ ഉപഹാരവും സമ്മാനത്തുകയും മുരളീധരൻ കൈമാറി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു. O അബ്ദുറഹ്മാൻകുട്ടി പൊന്നാട അണിയിച്ചു. PT അജയ്മോഹൻ, ജോസ് വള്ളൂർ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, AT സ്റ്റീഫൻ, HM നൌഫൽ, KV ഷാനവാസ്, KR മണികണ്ഠൻ, അരവിന്ദൻ പല്ലത്ത്, KP ഉദയൻ, PV ബദറുദ്ദീൻ, VK ജയരാജ് എന്നിവർ സംസാരിച്ചു. മാത്യു കുഴൽനാടൻ മറുപടി പ്രസംഗം നടത്തി. ആകർഷിച്ചിട്ടുള്ള ഒരു വാചകം അതാണ്, ബലഹീനനും പാപിയുമായ ദാസൻ എന്ന് പറയും. കാരണം മനുഷ്യരായ എല്ലാവരും ബലഹീനരും പാപികളുമാണ്. പക്ഷെ അത് കഴിയുന്നത്ര നേർവഴി, നല്ല വഴി നിലനിർത്താൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിന്റെ ധർമ്മവും നിഷ്ഠയും. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കും, പ്രയാസപ്പെടും. അതിനുവേണ്ടി നമ്മളെ കരുതുന്നതും അതിനുള്ള കരുത്ത് തരുന്നതും ജഗദീശ്വരനാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം, പെൻഷൻ എന്നിവയുടെ വിതരണവും നടന്നു.